നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യം എല്ലാവരോടും ഒത്തിരി നന്ദി പറയാനുണ്ട്. കാരണം എനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് സുഖമായി വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാ. എന്നെ ഇങ്ങനെ ഫോണിൽ കൂടെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. ആണെങ്കിലും ഇന്ന് മുതൽ ഇനിയിപ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്തും അതുപോലെ തന്നെ മാമ്പഴം എന്ന ചാനലിനകത്തും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. കാണുന്നവര് കാണാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ മനോഹർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അപ്പൊ അവന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് തന്റെ മോളെ ഒന്ന് കാണണം, എടുത്തൊന്ന് കൊഞ്ചിക്കണം. ഏതൊരു അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെയാണ് അവന്റെ ആഗ്രഹം. മുമ്പത്തെ മനോഹരാണ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവന് അങ്ങനെയുള്ള സന്താന പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. മോളെന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ പോയാലും തന്റെ മോളെ കാണുന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മനോഹർ പരോളിന് പുറത്തിറങ്ങുന്നത്. പക്ഷേങ്കില് മനോഹർ പുറത്തിറങ്ങിയുന്ന കാര്യങ്ങളൊക്കെ സരിയു അറിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സരുവിന് പിന്നെ ഇരിക്കാൻ പറ്റുമോ? മനോഹർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്റെ മോളെ കാണാൻ വരും. അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അതിനേക്കാളുപരി അവളുടെ മനസ്സിൽ പ്രതികാര ബുദ്ധിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ തീർക്കണം. മനോഹറിനെ തീർക്കണം. തന്റെ ജീവൻ ഇല്ലാതാക്കിയവനാണ് അവന്. തന്റെ ജീവിതം, തന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയവനെ വെറുതെ വിടാൻ പാടില്ല. എത്ര പെൺകുട്ടികളുടെ ജീവൻ തകർത്തെറിഞ്ഞതാ. പക്ഷേങ്കില് സരു ഇപ്പൊ വിചാരിക്കുന്നില്ല മനോഹർ നല്ലവനായി. അവന് ആ പഴയ സ്വഭാവമൊക്കെ വിട്ട് നല്ലൊരു മാറ്റത്തിന്റെ പാതയിലെ പോകുന്നെന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. അവളുടെ മനസ്സിൽ പ്രതികാര ബുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സരി ഒന്ന് രണ്ട് കൊട്ടേഷൻ സംഘത്തെ പോയി കാണുവാണ്. എങ്ങനെ അവനെ തീർക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്ത. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാനായിട്ട് തയ്യാറായിട്ടാണ് സരിയു പോകുന്നത്. അങ്ങനെ ഒടുവിൽ സരിയു ഒന്ന് രണ്ട് കൊട്ടേഷൻ സംഘത്തെ പോയി കാണുവാണ്. കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. സംസാരിച്ചിട്ട് കാര്യമില്ല, പണം കൊടുക്കണം. ആദ്യം അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം. അതിന് കുറച്ച് പൈസ അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. ഇപ്പൊ കിരണിന്റെ കമ്പനി ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ അത് കൂട്ട് കുറച്ച് പൈസ അവർക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തു. അത് മാത്രമല്ല, പിന്നെ അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇതാണ് അവന്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ തീർക്കണം. ഒരു കാര്യമുണ്ട്, അവനെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി പോലും ആർക്കും കിട്ടില്ല. അത് തന്നെ നിങ്ങളും മറവ് ചെയ്തോളാം. അതിന് വേണ്ടുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്തോളാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നേ. ഇതെല്ലാം കേട്ടിച്ചു അവന്മാർ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. എത്ര റേറ്റ് ആണെങ്കിലും തനിക്ക് പ്രശ്നമില്ല എന്നൊരു രീതിയിലായിരുന്നു സരു ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറഞ്ഞേ. അവൻ പുറത്തിറങ്ങും എന്നുള്ള കാര്യം സരുവിന് ഉറപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തീർക്കണം. ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് ഇനി പേടിക്കണ്ട. അങ്ങനെ സരു ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നു. ഇനിയിപ്പോൾ അവന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവനെ അവർ തീർത്തോളും എന്നൊരു ചിന്തയായിരുന്നു സരുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയം കാർത്തികയുടെ അടുത്ത് കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തണം. എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. ഏത് വഴിയാണ് ഗംഗാപ്രസാദ് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവൻ ഏത് വഴി വന്നാലും അവനെ ശരിയാക്കണം. അവനിനി വെറുതെ വിടാൻ പാടില്ല. അവനെ കുടിക്കേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയോടെയാണ് വേലുവാണെങ്കിലും കിരൺ ആണെങ്കിലും എല്ലാവരും തന്നെ ഇരിക്കുന്നത്. കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഗംഗാപ്രസാദിന് നന്നായിട്ടറിയാം. ഈ സമയം ദിലീപിന്റെ അവിടെ ആഘോഷങ്ങൾ അതിഗംഭീരമായിട്ട് പൊടി പൊടിക്കുക. ദിലീപിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗംഗാപ്രസാദിന്റെ മനസ്സിലെ ചിന്ത എന്താ? ദിലീപിന്റെ വീട്ടിലേക്ക് കടന്നു കൂടണം. അവിടെ കടന്നു കൂട്ട കാര്യമുള്ളൂ. ദിലീപിന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് കാർത്തികയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. പക്ഷേ ദിലീപിന്റെ വീട്ടുകാർ വന്നു കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്ന സമയത്ത് ആരെ എന്താ ഏതാന്നൊക്കെ അത്ര കൂടുതലായിട്ട് ആർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ വരുന്നവരുടെ കൂടുതൽ ഫ്രണ്ട്സുകൾ കാണുമല്ലോ. ആ നേരത്തെ തന്നെ കാർത്തികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ കൂടെ കയറി പറ്റാണ് ഗംഗാപ്രസാദിന്റെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാർട്ടിനും ബാക്കി ഗംഗാപ്രസാദിനും ഗുണ്ടകളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേഷം മാറിപ്പോകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. പിറ്റേ ദിവസം കയറി കൂടണം. അവരുടെ കൂടെ കയറി കൂടിയിട്ട് മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്ത് തീർക്കണം. ഗംഗാപ്രസാദിനെ കത്തിയേറിയാനാണെങ്കിലും അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും നല്ല വശമുണ്ടല്ലോ. അങ്ങനെ തീർക്കാൻ തന്നെയാണ് അവൻ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചത്. പക്ഷേ ഇത് ദിലീപോ കൂട്ടരോ ആരോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കിരണ് നല്ല വിഷമമുണ്ടായിരുന്നു. അമലു ആണെങ്കിൽ പതുക്കെ റിക്കവറായി വരുന്നുള്ളൂ ജീവിതത്തിലേക്ക്. അമലുവിന്റെ മനസ്സിൽ മാക്സിമം ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി വേലു പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞാനില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കണേ, ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു.
അമലുവിന് ഇപ്പോഴാണ് വേലുവിന്റെ സ്നേഹം എന്താ, ഗംഗാപ്രസാദിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇത്രയും നല്ലൊരു സ്നേഹം ഇട്ടെറിഞ്ഞിട്ടാണല്ലോ താൻ അവന്റെ പിന്നാലെ പോയത്. അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാപത്തിന്റെ വിത്ത് അത് താന് കളഞ്ഞു കഴിഞ്ഞു. എന്നാലും താൻ ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണല്ലോ. എത്ര കാലം ഇത് സത്യം മൂടി വെക്കാൻ പറ്റും. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കല്യാണിയൊക്കെ ആണെങ്കിലും മാക്സിമം അമലുവിനെ ഒന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വേലു പറഞ്ഞാലും അവൻ എന്ത് വിചാരിക്കും? അല്ലെങ്കിലും അവന് കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അമലിനെ കുറിച്ചുള്ള. അവർ തമ്മിലുള്ള അഭീതമായിട്ടുള്ള പല സംഭവങ്ങളും വേലു കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ അതൊക്കെ വേലു മറന്നു കളയാനാ ശ്രമിച്ചേ. താൻ മനസ്സുകൊണ്ടാണ് അവളെ സ്നേഹിച്ചത്, ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. അപ്പൊ പിന്നെ അവളെ തനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അവളെ മാത്രം ശരീരം കൊണ്ട് മാത്രമല്ല താൻ സ്നേഹിച്ചെന്നുള്ള വേലു 100% ഉറപ്പുണ്ട്. അങ്ങനെയാ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വേലുവിന് അമലുവിന് സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അമ്മാതിരി കാഴ്ചകളൊക്കെ വേലു കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും വേലുവിന്റെ മനസ്സിൽ അവളോട് ഒത്തിരി പോലും ദേഷ്യമോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അവള് തൻ്റെ പെണ്ണാണ്. പ്രത്യേകിച്ച് കാട്ടുള്ളവരല്ലേ അവന് അവൻ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ പൊറുക്കാനും സഹിക്കാനും പറ്റുമായിരുന്നു. അവൾ എന്ത് തെറ്റും ചെയ്തോട്ടെ, അവൾ തൻ്റെ പെണ്ണാണെന്നുള്ള രീതിയിലാണ് അമലുവിനെ പതുക്കെ ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചത്. കല്യാണം കിരണും എല്ലാവരും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അമലു ആ പഴയ കാര്യങ്ങളൊക്കെ, ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള ആ സംഭവങ്ങളൊക്കെ മറക്കാണ്ട് തുടങ്ങി. ഇപ്പോഴേ ചിന്ത മാത്രമേ ഉള്ളൂ, അവനെ എങ്ങനെയും തീർക്കണം. തൻ്റെ വേലുവേട്ടനോടൊപ്പം ചേർന്ന് അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവനെ കൊല്ലണം എന്നൊരു ചിന്തയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. പിന്നീട് വേലുവിനോട് പറഞ്ഞു, ഇനി എന്ത് വന്നാലും ഞാൻ വേലുവേട്ടനോടൊപ്പം ഉണ്ടാവും. വേലുവേട്ടന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എനിക്ക് അവനെ തീർക്കണം. അവനെ തീർക്കാനുള്ള അവസരം എനിക്ക് തരണം. എൻ്റെ അച്ഛനെ ഇല്ലായ്മ ചെയ്താനാണ് അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ അമലും പറയുന്നുണ്ട്. വേലു പറഞ്ഞ്, നീ പേടിക്കേണ്ട, അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി അവൻ കാരണം ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പം വേലു, അമലും, കിരണും, കല്യാണി അവരെല്ലാവരും കൂടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. അവൻ വന്നിട്ടുണ്ട് പിടികൂടാൻ വേണ്ടിയിട്ട്. ഈ സമയം ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കിരണാണെങ്കിൽ കല്യാണി ആണെങ്കിലും അവസാന ഘട്ട പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രതീഷും ബൈജും ഒക്കെ ഏറ്റെടുത്തെ. ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അവന്മാരാരെങ്കിലും ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഗംഗാപ്രസാദും കൂട്ടാളികളും വന്നിട്ടുണ്ട്, അവിടെ വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. അവന്മാരുടെ കാര്യം ഏതുണ്ട്, വല്ല ബോംബ് വരെ കൊണ്ട് വെക്കാൻ പറ്റുന്ന മുതലുകൾ അവന്മാർ. അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന സുരക്ഷയും കാര്യങ്ങളൊക്കെ കിരണും കല്യാണിയൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിൽ. ഒരു കാരണവശാലും വന്ന അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലെന്ന് കരുതിയിട്ട്. ഈ സമയത്ത് മനോഹർ പുറത്തിറങ്ങിയിട്ട് മനോഹറിനൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, തൻ്റെ മോളെ കാണണം. അതിന് വേണ്ടിയിട്ട് മനോഹർ നടക്കുവാണ്. പുറത്തിറങ്ങി അവളെ കാണണമെങ്കിൽ അവൾ പുറത്തിറങ്ങണം, സരിവ് പുറത്തിറങ്ങണം. അങ്ങനെ അതിനുവേണ്ടി മനോഹർ വീണ്ടും അവിടെ പോയി കാത്തിരിക്കുന്ന സമയത്താണ് മനോഹർ ആ കാഴ്ച കാണുന്നത്. മോളെയും കൊണ്ട് അവർ പുറത്തു പോകുന്നത്. ശാരിയും സരിയും ഒക്കെ ഉണ്ട്. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് മനോഹർ എന്ത് ചെയ്തു, മനോഹറും പിന്നാലെ പോവാണ്. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. തൻ്റെ മോളെ തനിക്കൊന്ന് കിട്ടണം, ഒന്ന് കൊഞ്ചിക്കണം, അവൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. ജയിലിൽ വെച്ച് ജോലി ചെയ്തതിന് ശമ്പളം കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ അവൻ പോയി. ഒടുവിൽ അവരൊരു ഷോപ്പിലേക്ക് കയറി പോകുന്നുണ്ട്. പതുക്കെ പമ്മി കൂടി മനോഹറും പോവാണ്. അങ്ങനെ മനോഹർ ചെന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് സരിയും. അതുപോലെ തന്നെ ശാരിയുണ്ട്. ശാരിയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിൻ്റെ കയ്യിലൊരു ബലൂൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്തു, ആ ബലൂണും പിടിച്ചോണ്ട് അതിലൂടെ നടക്കുവാണ്. സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് ശാരി സരിയും അങ്ങനെ നടന്നു. ഈ സമയം മനോഹർ നോക്കി ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. മനോഹർ എന്ന് കുഞ്ഞിനെ കോരിയെടുത്തു. കുഞ്ഞിന് അച്ഛനെ കണ്ടപ്പോൾ മനസ്സിലായി. അല്ലെങ്കിലും അവൾക്ക് അവളുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മനോഹർ പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് കുറേ ഉമ്മയൊക്കെ വെച്ചു. കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പത്തിന് അവിടുന്ന് കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുക്കണം. മോൻ എന്നാ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ചിക്കുന്നുണ്ട്. ഈ സമയം ശാരിയോ സരിയോ ഇത് കണ്ടില്ല. അവർ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിൽക്കുക. അപ്പം കുഞ്ഞവിടെ നിൽക്കുന്നുണ്ടെന്നോളത്തോണ്ടായിരുന്നേ. അങ്ങനെ മനോഹർ കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ച് മതിപൊരുവോളം ഉമ്മയെ കൊടുത്തു. മനോഹറിന്റെ നെഞ്ചു വിങ്ങി. താനിപ്പോൾ ഇവളോടൊപ്പം ജീവിക്കണ്ട, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ സരി നോക്കി കുഞ്ഞിനെ കണ്ടില്ല. തൻ്റെ കുഞ്ഞ് എന്നോർത്ത് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മനോഹറിന്റെ കൈ കുഞ്ഞിരിക്കുന്നുണ്ടു. എടാന്നും പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും പെട്ടെന്ന് മനോഹർ കുഞ്ഞിനെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കുഞ്ഞിൻ്റെ കൈ കുറെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കണ്ടിപ്പോൾ സരുവിന് ഒന്നുകൂടെ ദേഷ്യമായി. അവൻ ഇവിടെ വന്നിരിക്കുന്നു, തൻ്റെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നു. സരുവിന് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. സരുവിനാണ് ഭ്രാന്ത് പിടിച്ചോളായി പോയി. അപ്പോഴേക്ക് ശാരി വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ എന്നൊക്കെ ചോദിക്കണം. അവനിവിടെ വന്നു, എൻ്റെ കുഞ്ഞിനെ എടുത്തു, എൻ്റെ കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ശാരി പറഞ്ഞു, മോളൊന്നും വിഷമിക്കാതെ. കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കളിപ്പാട്ടമൊക്കെ മേടിച്ച് വലിച്ചെറിയാൻ തുടങ്ങിയപ്പോഴത്തേനും കുഞ്ഞതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ.
ആ സമയം സരിയു പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോടെ എടുത്തിട്ട് പറഞ്ഞു ബാമെന്നൊക്കെ പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഷാരി പറഞ്ഞു മോളെ നീ എന്തൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചു. ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. പക്ഷെ സരിയു അതൊന്നും മൈൻഡ് ചെയ്തില്ല. തൻ്റെ കുഞ്ഞിനെ കൊണ്ട് അവൻ കടന്നു കളയുമോ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സരിയും ഷാരിയും കുഞ്ഞും കൂടെ പെട്ടെന്ന് കാറിന് കയറി ഞങ്ങൾ പോവാണ്. പോകുന്ന സമയത്ത് തന്നെ സരിയു ഗുണ്ടകളെ വിളിച്ചു. ഗുണ്ടകളെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ വന്ന് പിടികൂടാൻ നോക്ക്, നിങ്ങൾക്ക് ഞാൻ പൈസ തന്ന് വെറുതെ ഒന്നും അല്ലെന്ന് പറയണം. ഷാരിക്ക് ഭയങ്കര ടെൻഷനായി. ഇവിടെ എന്തൊക്കെയോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിനെ ഗുണ്ടകൾ കാണുന്നുണ്ട്. അവന്മാരും മനോഹറിനെ പിടികൂടുകയാണ്. മനോഹറിനെ പിടികൂടി കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. മനോഹർ നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് ചെല്ലുകയാണ്. ഒരുത്തം കയറി പിടിച്ചു, മറ്റവൻ കുത്താനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. മനോഹറിന് കുത്തുകൊണ്ട് മനോഹർ മരിക്കുമോ അതോ ഇനിയിപ്പം അവനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നറിയത്തില്ല. ഒരു കാര്യം ഉറപ്പായി, ഈ പറയുന്ന ഗംഗാപ്രസാദ് കല്യാണത്തിന് സമയത്ത് ദിലീപിന്റെ വീട്ടിലേക്ക് കടന്നുകൂടിയാലും ഉറപ്പായിട്ടും അവനെ പിടികൂടും. വേലും കിരണമൊക്കെ ഉണ്ടല്ലോ, അവൻ എന്ത് വേഷം കെട്ടിക്കൊണ്ട് വന്നാലും അവനെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നീട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒത്തിരി ഉച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ. ഒത്തിരി ഉച്ചത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സൗണ്ടൊക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.